അപ്പോൾ വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നാടുകാണി ചുരത്തിലാണ്. നിലമ്പൂർ ഗൂഡല്ലൂർ യാത്രയിൽ നാടുകാണി ചുരത്തിലാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഊട്ടിയിലേക്കാണ്. ഊട്ടി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന ഊട്ടിയിലേക്കല്ല, കോത്തഗിരിയിലേക്കും അതുപോലെ നമുക്ക് പറ്റുമെങ്കിൽ കിണ്ണക്കോരയും ആണ് ഈ യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ ആ യാത്രയുടെ കാഴ്ചകളാവും ഈ വീഡിയോ ഉള്ളത്. പിന്നെ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ കാഴ്ചയിലേക്ക്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കൾ, ഇത് പരമേശ്വരൻ, അക്ബർ, ഒരാളും കൂടി ഉണ്ട്, സൈനുദ്ദീൻ ഉണ്ട്, അകത്തുണ്ട്. നമ്മൾ കാഴ്ചയിൽ കാണാം. അപ്പോൾ ഇനി നേരെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ കാശ്മീർ ലഡാക്ക് യാത്രയ്ക്ക് ശേഷം പിന്നെ നമ്മൾ ചെറിയ 1-2 യാത്ര നടത്തിയിരുന്നു. ഒരു കൊടൈക്കനാൽ യാത്ര ഫാമിലി സഹിതം. അതിനുശേഷം പിന്നെ ഒരു തഞ്ചാവൂർ യാത്രയൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോകൾ കാണണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന ഊട്ടിയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ നമ്മൾ കോത്തഗിരി ആദ്യമായിട്ടാണ് പോകുന്നത്, അതുപോലെ കിണ്ണക്കോരയും. ഇപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 27 കിലോമീറ്റർ ഉണ്ട് കോത്തഗിരിയിലേക്ക്. അപ്പോൾ നമ്മൾ കോത്തഗിരിയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. നല്ല കോട കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണത്. നമ്മൾ ഇന്നലെ താമസിച്ച ഡ്രീം നെസ്റ്റ് റിസോർട്ട് എന്നുണ്ട്, ചെറിയ റിസോർട്ടാണ്. കോത്തഗിരിയിൽ പ്രധാനപ്പെട്ട കാണേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കോടനാട് വ്യൂ പോയിൻ്റാണ്. കോടനാട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ എസ്റ്റേറ്റ്, ബംഗ്ലാവ് ഒക്കെ വാർത്തകളിൽ കടം പിടിച്ച സ്ഥലമാണ് കോടനാട്. അവിടുത്തെ വ്യൂ പോയിൻ്റ് ഉണ്ട്. കോത്തഗിരിയിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരമുണ്ട് കോടനാട് വ്യൂ പോയിന്റിലേക്ക്. നല്ല കോടയൊന്നും ഇല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് കോടനാട് വ്യൂ പോയിന്റ്. ഒന്ന് പോയി നോക്കാം. ഇതാണിപ്പോൾ നമ്മൾ കോടനാട് വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട്. കോത്തഗിരിയിൽ പ്രധാനമായിട്ട് കാണാനുള്ളത് തന്നെയാണ് കോടനാട് വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റിൻ്റെ ഇതാണ്. ഇതിൻ്റെ മുകളിൽ നമുക്കിവിടെ കയറി കാണാം.
മൂടിക്കുന്ന സമയമാണ്. കോട ഇല്ലാത്ത സമയത്താണ് ഇവിടെ ശരിക്കും വരേണ്ടത്. അപ്പോൾ നമുക്ക് താഴെ ആ ഭാഗം ഫുള്ളായിട്ട് കാണാൻ കഴിയും. കണ്ടോ, നമ്മൾ മൊത്തം കോട മൂടിയിട്ട് അവിടെ ഒന്നും അങ്ങോട്ട് കാണാനല്ല, ഫുള്ള് സ്കൈ മാത്രം, വെള്ളം മാത്രം. നമ്മൾ വന്നപ്പോൾ കുറേ ഭാഗങ്ങൾ അവിടെ ആ മലയൊക്കെ കണ്ടിരുന്നാണ്, ഒന്നും പോയി, എല്ലാം കാണാം. ഏണ്ട് പരിപാടി ഉഷാറല്ലേ? വിറക്കണ തണുത്തിട്ട് കാറ്റടിച്ചിട്ട് ഇങ്ങട്ടെ വിറക്ക സേനത്തിനൊക്കെ കിടുകിടുകിടുകിട വിറക്കണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ടോ. ആ കോടൊക്കെ ഒഴിഞ്ഞ് ഇനി കോട ഇല്ലാത്ത സമയത്ത് വന്നാൽ നമ്മൾ അതിൻ്റെ കൂടെ കുറേ താഴേക്കുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാറുണ്ട്. നീലഗിരി ഒരു നല്ലൊരു ഏരിയ ഇവിടുന്ന് കാഴ്ചകളുണ്ട്. നമ്മൾ നേരത്തെ നല്ല കോട മൂടി കിടക്കുന്നു ഒരു ഭാഗത്ത്. ആ മലയുടെ ഒരു സൈഡ് ഫുള്ള് കോടയാണ്, ഈ സൈഡിൽ ഇപ്പോൾ കോടയില്ല. നല്ലൊരു കാറ്റാണ്, കാറ്റും തണുപ്പും. ഇതിപ്പോൾ നമ്മൾ 2022 നവംബർ എത്രാം തീയതി 14 അല്ലേ, നവംബർ 14 വീഡിയോ ഉണ്ടത്. അവിടെ ഒരു വെള്ളച്ചാട്ടം, ദൂരെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. എന്തോ അതിനൊരു പേരുണ്ട്, മറന്നുപോയല്ലോ. കോടനാട് വ്യൂ പോയിന്റ് എന്നുള്ള കാഴ്ചയാണിത്. നമ്മൾ ഇന്നലെ ഇവിടെ കോത്തഗിരി എത്തി, പിന്നെ അവിടെ സ്റ്റേ ചെയ്തു. ഇന്നലെ വൈകുന്നേരം ഇരുട്ടായി തുടങ്ങി എത്തിയപ്പോൾ. പിന്നെ ഇന്നലത്തെ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ നേരെ കോടനാട് വ്യൂ പോയിന്റിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതാണ് കോടനാട് വ്യൂ പോയിന്റിൻ്റെ 2022 നവംബറിലെ കാഴ്ചയാണത്. ഇനി ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ അതുകൂടി ഒന്ന് കാണണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങളിവിടെ കോത്തഗിരിയിൽ ഇനി അടുത്ത് പിന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, കാതറിൻ വാട്ടർഫാൾസ് എന്ന്. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. നമ്മളവിടെ കോടനാട് വ്യൂ പോയിന്റിൽ നിന്ന് താഴെ വലിയൊരു വാട്ടർഫാൾസ് കണ്ടിരുന്നു, അതാണോ എന്നറിയില്ല, പോയി നോക്കാം. ഇതാണ് അങ്ങോട്ടുള്ള വഴി. ഈ കാണുന്നതാണ് പിന്നെ കാതറിൻ വാട്ടർഫാൾസ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ, ഫോറസ്റ്റിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഫോറസ്റ്റാണ്. ട്രസ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കാതറിൻ വാട്ടർഫാൾസ് ഒരു വലിയ ഇത് പോരാ. കാരണം നമുക്ക് ദൂരെ നിന്നുള്ളൊരു കാഴ്ച, അതിൻ്റെ നല്ലൊരു വ്യൂ ഇല്ല അവിടുന്ന്. അപ്പോൾ കുറച്ച് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരും വേണം. ഒരു 5-8 കിലോമീറ്ററോളം നമ്മൾ മെയിൻ റോഡിൽ ഇങ്ങോട്ട് കയറി വന്നെങ്കിലേ ഇങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല കാതറിൻ വാട്ടർഫാൾസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വന്നാൽ മതി. വരുന്ന വഴിയൊക്കെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ കിണ്ണക്കോരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള ഒരു കൃഷിത്തോട്ടം ഉണ്ടോ താഴെ, ഉണ്ടോ, ഫുള്ള് കൃഷിയാണ്. അടിപൊളി സ്ഥലം. കോത്തഗിരിയിൽ നിന്ന് നമുക്ക് നേരെ കിണ്ണക്കോരയ്ക്ക് വരാൻ കഴിയില്ല കേട്ടോ. കോത്തഗിരിയിൽ നിന്ന് ഊട്ടിയിൽ വന്നിട്ട് വേണം കിണ്ണക്കോരയ്ക്ക് വരാൻ.
ഊട്ടിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരമുണ്ട്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കിണ്ണക്കോരയിലേക്ക്. അങ്ങോട്ടുള്ള വഴി നോക്കും. മനോഹരമായ കാഴ്ചയുണ്ടോ? തേയിലയുടെ പച്ചപ്പും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിസർവ് ഫോറസ്റ്റാണ്. അട്ടപ്പാടി റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇവിടെ ധാരാളം മൃഗങ്ങൾ, സിംഹവാലൻ കുരങ്ങളും ധാരാളം കാണുന്നുണ്ട് ഈ വഴിയിലിട്ടോ. കിണ്ണക്കോര വ്യൂ പോയിന്റ് ആണ് കേട്ടത്. കോട മൂടിയിട്ടൊന്നും കാണുന്നില്ല. ഇപ്പം ഞാൻ ഈ ഇൻസെറ്റിൽ കൊടുത്ത പോലെ കാണേണ്ടതാണ്. നല്ല മനോഹരമായ കാഴ്ച കാണുന്ന സ്ഥലമാണത്. അപ്പോൾ ഇതാണ് നീലഗിരി മലനിരകളിലെ കിണ്ണക്കോര എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം. ഇവിടെ വേറെ ഒന്നും കാണാനില്ല. ഈ ഒരു ഗ്രാമ കാഴ്ചകളാണ് കാണാനുള്ളത്. കുറച്ചേരം നിൽക്കണമെങ്കിൽ ഗ്രാമ കാഴ്ചകൾ കാണാമായിരുന്നു, പക്ഷേ സമയമില്ല. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കോത്തഗിരി പോയി, കോത്തഗിരിയിലെ കാഴ്ചകൾ കാണിച്ചു. അതുപോലെ കിണ്ണക്കോര പോയി. പക്ഷേ കിണ്ണക്കോര അവിടെ പോയപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ചെറിയൊരു ഗ്രാമം അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ അധികം നിന്നില്ല. ഒരുപാട് ദൂരം അങ്ങോട്ട് പോയി. ഇപ്പോൾ സമയം ഒരുപാടായി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ കാണേണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അത് പിന്നെ സമയം കിട്ടുമ്പോൾ അവിടെയൊക്കെ പോവുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.